വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് മീസാഖൻ ഗലീള, ശക്തമായ കരാർ. ഈ ഗലീൽ എന്ന പദം അറബി ഭാഷയിൽ പരിശോധിച്ചാൽ 2 ഇരുമ്പ് ദണ്ടുകൾ ഉരുക്കി ചേർത്താൽ പിന്നെ ഒരാൾക്കത് പൊട്ടിക്കാൻ പറ്റുമോ? അത്രയും അഭേദ്യമായ ഒരു ബന്ധമാണ് വിവാഹത്തെക്കുറിച്ച് ആ പദമാണ് ഇസ്ലാം പ്രയോഗിച്ചിട്ടുള്ളത്. അത് തമാശക്കളിയല്ല. ഞാൻ വേണ്ട രൂപത്തിൽ കണ്ടിരുന്നില്ല, ആലോചിച്ചിരുന്നില്ല. ഒരാഴ്ച എനിക്കത് വേണ്ട എന്നൊന്നും പറയാൻ പറ്റിയതല്ല. നല്ലോണം ആലോചിച്ചിട്ട് മതി, ചിന്തിച്ചിട്ട് മതി, പരസ്പരം കണ്ടിട്ട് മതി, സംസാരിച്ചിട്ട് മതി. അങ്ങനെ ഉറപ്പിച്ച് വിവാഹം കഴിഞ്ഞാൽ അതോട് ഇവിടെ നടക്കുന്നത് ആ ഗലീലാണ്, ശക്തമായ കരാർ. ഇവിടെ എന്താ ഹിബ ഫാത്തിമ ഇല്ലാത്തത്? ഇവിടെ എന്താ ഹിബ ഫാത്തിമയുടെ ഉമ്മ ഇല്ലാത്തത്? അവർക്കൊക്കെ വലിയ സ്ഥാനമായി ഈ വിവാഹത്തിലുള്ളത്. എല്ലാവരുടെയും അവരൊക്കെ ഫയൽ ഒപ്പിട്ട് കഴിഞ്ഞു. അവരൊക്കെ ഫയൽ ഒപ്പിട്ട് ഫൈനൽ സ്റ്റെപ്പാണ് ഇവിടെ നിൽക്കുന്നത്. അവസാനത്തൊപ്പം അവിടെ ഇടാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഹിബ ഫാത്തിമ സമ്മതിക്കാതെ ഈ വിവാഹം നടക്കില്ല. കാരണം ഇസ്ലാമിന്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സഹോദരി വന്നു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, എന്റെ വിവാഹം എന്റെ ഉപ്പ ഉറപ്പിച്ചിരിക്കുന്നു, എനിക്ക് അയാളെ തൃപ്തിയായിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ എന്റെ മോളാ, ഞാൻ പറഞ്ഞപ്പോൾ കേൾക്കണം. പക്ഷേ ഈ വിഷയത്തിൽ അവളാണ് ഒരു പക്ഷേ വല്യുമ്മയാകുന്നത് വരെ അതിനും അപ്പുറത്തേക്ക് പോകേണ്ടവൾ. അവൾക്ക് തൃപ്തിയായേ പറ്റൂ. റസൂലുള്ളാഹി വിവാഹം ക്യാൻസൽ ചെയ്തു. അഥവാ വിവാഹിതരാകുന്ന ആണിനും പെണ്ണിനുമാണ് ഇഷ്ടപ്പെടേണ്ടത്, ഉമ്മാക്കും ഉപ്പാക്കും അല്ല. അവർക്ക് ഇഷ്ടപ്പെടണം. എന്നാൽ ആ 2 പേർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെടണം. അപ്പോൾ ഹിബ ഫാത്തിമ നവാസിനെ പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടമായി എന്ന സമ്മതമുണ്ടെങ്കിലേ നവാസ് ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഉപ്പ ഇവിടെ ഇരിക്കാൻ പറ്റുള്ളൂ, സ്ഥാനമുണ്ട്. പിന്നെ എന്താ ഈ വേദിയിൽ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, വേദിയിൽ ആ സ്ത്രീകളെ കൂടി കേട്ടണം. അവർക്ക് അതിന്റെ അർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീന് പോരാ, റസൂലുള്ളാഹിക്ക് ദീനൊന്നും ശരിക്കും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് അവസാനം കുറച്ച് കഴിഞ്ഞാൽ ഒരു പറയും നമുക്ക് താലി കെട്ടിയും വേണമെന്ന്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അതല്ല പുരോഗമനം. പുരോഗമനം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലേക്കുള്ള യാത്രയാണ്. റസൂലുള്ളാഹി നടത്തിയ ഒരു വിവാഹത്തിലും വേദിയിൽ സ്ത്രീകൾ ഇല്ലെങ്കിൽ ആ വേദികളെ സ്ത്രീകളിൽ കൊണ്ടുവന്ന് നിർബന്ധമാണോ? ഇസ്ലാം മാറിയ പോരെ? ഇസ്ലാമിൽ നിന്ന് മാറുക എന്താ നിർബന്ധം? ഇസ്ലാമിൽ തന്നെ നിൽക്കണം. എനിക്ക് ഇസ്ലാമിന്റെ നിയമമൊന്നും ഇഷ്ടമല്ല, ഞാൻ ഇസ്ലാമിന് പോവാന്ന് പറഞ്ഞിട്ട് താലി കെട്ടാലോ? പ്രശ്നമല്ല. താലി കെട്ടുന്നവർക്ക് അത് മഹത്തരമാണ്, അതിനെ നമ്മൾ കുറ്റം പറയണ്ട. ഇസ്ലാമിലെ നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ, ഈ സമയം വരെ ഹിബ ഫാത്തിമയുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും സമ്പത്തും വസ്ത്രവും എല്ലാം ആരാണോ ശ്രദ്ധിച്ചത്, ആ മുസ്തഫ സാഹിബ് നമ്മളെ എല്ലാവരെയും സാക്ഷി നിർത്തി, ഇതാ ആ ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. നമ്മളൊക്കെ അതിന് സാക്ഷികളാകുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും ഇവർക്ക് വേണ്ടി, ഈ വിവാഹിതരാകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത്.